ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നങ്ക് മീൻ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീര തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ നങ്ക് മീൻ ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തും വേറെ വേറെ പേരായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേരെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യം നമുക്ക് മീൻ പീരയ്ക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 14-15 ചൂന്നുള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. ഞാനിതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. റിവേഴ്സ് ബട്ടണിൽ 3-4 റൗണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഞാനിവിടെ കുടംപുളി, ഒരു 4 ചെറിയ കഷ്ണം കുടംപുളിയാണ് കേട്ടോ കുതിരാനായിട്ട് വെച്ചിരുന്നു. ഈ കുടംപുളിക്ക് പകരം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പീര പറ്റിക്കുമ്പോൾ നമ്മൾ അരപ്പിൽ ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കാറില്ല. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ എടുക്കുന്ന പച്ചമുളകിൽ എണ്ണത്തിൽ വ്യത്യാസം വരുത്തിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. ഈ കുടംപുളിയൊക്കെ നമ്മുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം ഈ മീൻ വളരെ ഫാസ്റ്റായിട്ട് കുക്കാവുന്ന മീനാണ്. വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി അടുപ്പിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി മൂടി വെച്ചിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്യാം. വേറുള്ള മീൻ പീര പറ്റിക്കുന്നതിനെക്കാട്ടി വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ നങ്ക മീൻ പീര പറ്റിക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നമ്മൾ വെള്ളം വളരെ കുറച്ച് ചേർത്തതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ കണഭാഗം കൊണ്ട് നടുഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇതിട്ട് കുത്തി ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ, ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനാണ്. ഈ സമയത്തുണ്ടല്ലോ അരപ്പിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലോ ഫ്ലെയിമിൽ വളരെ കുറച്ച് സമയം കൂടി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഈ മീൻ പീര പറ്റിക്കാൻ അധികം സമയമൊന്നും വേണ്ട, വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ പീരയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒരുപാടിട്ട് തവിയൊന്നും ഉപയോഗിച്ച് കുത്തി ഇളക്കാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അവസാനം ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ മീൻ പീരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി മൂടി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നങ്ക മീൻ പീര ഇവിടെ തയ്യാറായി കഴിഞ്ഞു. സെർവ് ചെയ്യുന്ന സമയത്ത് ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ ഒരു സൈഡിൽ നിന്ന് തന്നെ കോരിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനു മുമ്പും ചാനലിൽ ഒരുപാട് മീൻ പീരയുടെയും ഫിഷ് കറികളുടെയൊക്കെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പീരയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.